അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇന്നത്തെ ക്ലാസ്സിൽ മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഞാൻ ചരിത്ര വിവരിക്കായിട്ട് ഉദ്ദേശിക്കുന്നത്. ആറായിട്ടിക്കടെ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അൻസാരിയായ സ്വഹാബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 10 വർഷം ഖിദ്മത്ത് എടുത്ത ഖാദിം. വഫാത്താവുമ്പോൾ ഒരു ബടി ഉണ്ട്. ആ ബടി നന്റെ കഫൻ ചെയ്യുമ്പോൾ മറമാടുമ്പോൾ അത് അതിരൊട്ടുക വെച്ച് മറമാടണം എന്ന് ചൊന്ന സ്വഹാബിയായിട്ടിക്കട് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ആരതായിട്ടിക്കട് ബടി? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കയ്യിലിരുന്ന ബടി. അപ്പൊ ആ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ടുള്ള ബന്ധം എന്ത് എന്നുള്ളത് 10 വർഷം ഖിദ്മത്ത് എടുത്ത സ്വഹാബി. ആ അനസ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് നമുക്ക് ചൊല്ലാം. അനസ് റളിയല്ലാഹു അൻഹു ചെറിയേക്കുമ്പോൾ തന്നെ 10 വർഷം ആയിട്ടില്ല, അതിക്ക് മുന്നൽ തന്നെ ഉമ്മ ഷഹാദത്ത് കലിമ ചൊന്നു കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിരിസ ആ കൽബിലിട്ട് കൊടുത്തിട്ടു. അപ്പൊ അനസ് റളിയല്ലാഹു അൻഹു എപ്പോഴും നബിയെ കാണണമെന്നുള്ള ആശ, നബിയെ കാണണം, നബിയിൽ നിന്ന് ആ പലക്ക് കേൾക്കണം. അങ്ങനെ മദീനത്ത് നബി തങ്ങ ബണ്ടതുക്ക് മുന്നൽ തന്നെ ഇസ്ലാം പ്രചരിച്ച ഒരായിട്ട് മദീന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്ത് ബണ്ടേക്ക് 3 വർഷം മുന്നൽ തന്നെ മദീനക്കാരായ ചില ആൾമാർ നബിയെ കണ്ട് ഇസ്ലാം സ്വീകരിച്ച്, പിന്നത്തെ വർഷം ഇസ്ലാം കുറെ ആള് സ്വീകരിച്ചത്. അതിൽ പിന്നെ ഒരു സഹാബിനെ നബി കടത്തിത്ത് മുസ്അബ് റളിയല്ലാഹു അൻഹു അയാൾ വന്നൊക്കെ ദീൻ ചൊന്നു കൊടുത്തിട്ട്. അപ്പൊ മദീനത്ത് കുറെ ആൾ ഇസ്ലാം സ്വീകരിച്ചത്, നബിത്തങ്ങളെ കാണുകയും നബിത്തങ്ങളെ നോക്കുകയും മദീനത്ത് കുറെ ആൾ ആശിച്ചുകൊണ്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തേക്ക് ബണ്ടൂല എന്ന വിഷയം കിട്ടിയാൽ പിന്നെ, മക്കത്തെ പറത്തായിടൂല എന്ന വിഷയം കിട്ടിയാൽ പിന്നെ എല്ലാ നാളും പോയി മദീനത്തുള്ള തെറുകളിൽ അണ്ടത്തെ മദീനത്തെ മക്കളിലെ കാത്തോണ്ടിരുന്നത്. മക്കളിലെ പോയിട്ട് കാക്കടെ നബിയുടെ നോക്കുവാനായിട്ട് വലിയങ്ങും പെണ്ണുങ്ങും കാത്തോണ്ടിരുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തേക്ക് ബന്ത് ഒരു തിങ്കളാസരന്റെ സുബൈക്കായിട്ട് എത്തിയത്. കൂട്ടത്തോടെ കുറെ ആൾമാരൊക്കെ കാത്തു നിന്നത്. അപ്പൊ ആ മദീനത്തിൽ ബനു നജ്ജാർ ഇന്നത്തെ കുബാ പള്ളി നിൽക്കുന്ന ജാഗിൽ നബി തങ്ങൾ 4 നാൾ അവിടെ താമസിച്ച്. ഇന്ത്യ ഇപ്പൊ മദീന പള്ളി നിൽക്കുന്നവിടേക്ക് അവിടെ പിന്നെ ബെല്യാസേറ്റിക്കിട്ട് പണ്ടേ. അപ്പൊ അണ്ടൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബാക്കൾ മദീനക്കാരൊക്കെ പല അൽ ബദ്റു ചൊന്നിട്ട് അണ്ട് സ്വീകരിച്ച നാളായിട്ട് റബീഉൽ അവൽ 12. അതായത് റബീഉൽ അവൽ 1 നബി സഫർ 27 നബി ഔത്തര പറത്തായത്. 3 നാൾ സൗർ ഗുഹയിൽ നബി തങ്ങൾ തെച്ചിത്ത്. അവിടെ പിന്നെ റബീഉൽ അവൽ 1 തിങ്കളാസരന്റെ ഐറ്റിക്കട് അവിടെ പറത്താവെ 8 നാൾ യാത്ര ചെയ്തിട്ട് ഐറ്റിക്കട് എന്റെ കുബാ പള്ളിയുള്ള അവിടെ എത്ത് തിങ്കളാസ്. അവിടെ 4 നാൾ താമസിച്ച് അവിടെ നബിയുടെ ഫാമിലി ഉള്ളത് 4 നാൾ താമസിച്ചായിട്ട് അവിടെ പിന്നെ ബെല്യാസരന്റെ സുബൈക്ക് പറത്താം. അണ്ട് റബീഉൽ അവൽ 12 അണ്ടായിട്ടിക്കുള്ള സ്വഹാബാക്കളൊക്കെ നബിക്ക് വലിയ ആദരവ് കൊടുത്ത് 2 സൈഡിൽ നിന്ന് ത്വലഅൽ ബദ്റു പാടി നബിയെ സ്വീകരിച്ചാല്. അങ്ങനെ അണ്ടെല്ലാരും പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടറ് സ്വീകരിച്ചറ്. മദീനത്ത് എത്തിയാൽ പിന്നെ എല്ലാരും പോയി നബിക്ക് ഹദിയ കൊടുത്തറ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിച്ച് നബിയെ സൽക്കരിച്ച് നബിക്കൊക്കെ ഹദിയ കൊണ്ടുപോയി കൊടുത്തപ്പോ അനസ് റളിയല്ലാഹുവിന്റെ ഉമ്മ അനസ് റളിയല്ലാഹുവിന്റെ കയ്യും പിടിച്ചോണ്ട് പോയിട്ട് അനസ് റളിയല്ലാഹുവിന്റെ വിളിച്ചോണ്ട് പോയിട്ട് ചെന്ന് യാ റസൂലല്ലാഹ് ലം യബ്ഖ റജുലുൻ വല ഇംറഅതു മിനൽ അൻസാരി ഇല്ലാ വഖദ് അതഹഫക. നബിയെ, അൻസാരികളിൽപ്പെട്ട എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളും നിങ്ങളെ ബഹുമാനിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കടം തന്നത്. വ ഇന്നി ലാ അജിദു മാ ഉത്ഹിഫുക ബിഹി ഗൈറ ഇബ്നി ഹാദാ. നക്ക് നിങ്ങൾക്ക് തറുകണ എന്റെ കയ്യിൽ എന്തുമില്ല. നന്റെ ഈ കിടാവ് മാത്രം, ഈ മോന് അനസ് ചൊല്ല ഈ മോന് മാത്രം. ഫഖുദ്ഹു ഫല്യഖ്ദിമുക മാ ശിഅത. നബിയെ, ഈ മോനെ നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങളെ ആവശ്യമുള്ള ഹിദ്മത്ത് നിങ്ങൾ പാട്ടണം. നിങ്ങൾ തന്നെ വേണം, ചെറുപ്പ് വേണം, എന്തൊരു സ്ഥലത്ത് വേണമെങ്കിലും ഈ മോനെ നിങ്ങൾ യൂസ് ആക്കിയുള്ളൂ. ഞാൻ നിങ്ങളെ ഖാദിമായിട്ട് കൊണ്ട് ഞാൻ ഏൽപ്പിച്ച സ്വീകരിച്ചോളാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനസ് റളിയല്ലാഹുവിനെ സ്വീകരിച്ച് അനസ് റളിയല്ലാഹുവിന്റെ മുഖത്ത് ഇങ്ങനെ നെറ്റിൽ ഇങ്ങനെ മുടിയെല്ലാം പൂന്നിട്ട് എതിർഭാഗത്ത് അതൊക്കെ തടകി തലയെല്ലാം തടകി അനസ് റളിയല്ലാഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനസ് റളിയല്ലാഹുവിനെ സ്വീകരിച്ചു. അനസ് റളിയല്ലാഹു 10 വർഷമായിരത്തര. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖിദ്മത്തുകായിട്ട് അനസ് റളിയല്ലാഹുവിനെ നബിയുടെ ആ നിയന്ത്രണത്തിലായിട്ട് തന്നെ വഫാത്ത് അവിടെ കൊടുത്തോളൂ. 10 വർഷം നബി മദീനത്തിൽ തന്നെയാണ്. അപ്പൊ ആ 10 വർഷം
അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തണലിലായി നിയന്ത്രണത്തിലായി ജീവിച്ചിട്ട് നബിയുടെ എല്ലാ വിഷയങ്ങളും കണ്ടുപഠിച്ചിട്ട് നോക്കി പഠിച്ചിട്ട്. കാരണം അത്ര നബി തങ്ങളൊട്ടുക അണങ്ങി ജീവിച്ച ബാക്കി സ്വഹാബാക്കൾക്ക് അതായിട്ടില്ല. അനസ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഖാദിമായിട്ടിരിക്കല്, ചെറിയ വയസ്സായിട്ടിരിക്കല്. അപ്പൊ നബിയുടെ എല്ലാ യാറത്തെ ഭാഗം മനസ്സിലാക്കിയാലായിട്ടിരിക്കല് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു ഭാഗ്യം കിട്ടിയത്ര മദീനത്ത് വേറെ ആർക്കും കിട്ടിട്ടില്ല. അനസ് റളിയല്ലാഹു അൻഹു ചൊല്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം, അവിടുത്തെ നിയന്ത്രണം, അവിടുത്തെ ഹൃദയ വിശാലതെല്ലാം കൂട്ടിച്ചൊല്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എൻ്റെ ഒരു ആവശ്യത്തിന് എൻ്റെ കടത്തിയിട്ടുണ്ട്. അങ്ങനെ കടത്തിയ നാണ് ഈ മക്കൾ കളിച്ചോണ്ടിരിക്കുമ്പോൾ നാണ് അവിടെ നോക്കിയിട്ട് ബാക്കിയത്. കുറെ നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ പർവ്വത്ത് ഇങ്ങനെ വന്ന് പിടിക്കരുത് കാണും, ഒരു കൊഞ്ചിങ്ങനെ കൈവെക്കരുത്. തിരിഞ്ഞു നോക്കുമ്പോൾ നബി തങ്ങ അപ്പൊ കേൾത്ത് യാ ഉനൈസ് അദ്ഹബത അമർത്തുക്, നാ ചൊന്നോട് നീ പോയിട്ടില്ലേ? അനസിനെ വിളിക്കല് ഉനൈസ് ഉണ്ട്. നബി തങ്ങള് അനസിന്റെ വിളിക്കല്, ചിലപ്പോ പിർസത്തിൽ ഉനൈസിന്റെ വിളിക്കല്, ചിലപ്പോ യാ ബുനയ്യാണ്ട് വിളിക്കല്, എന്റെ പൊന്നു മോനെ എന്ന ഇങ്ങനെയുള്ള വിളിച്ചു. അപ്പൊ നാ ചെന്ന നബി അത് ഇപ്പൊ നാ പോണ്ടേ ചെന്നിട്ട് നാ പോയ. അപ്പൊ എന്നിട്ട് അനസ് റളിയല്ലാഹു ചൊല്ലു വല്ലാഹി ഖദംതുഹു 10 സിനീൻ, 10 വർഷം നാണ് നബി തങ്ങളെ ഖിദ്മത്ത് എടുത്തത്. ഫമാ ഖാല ലീ ഷൈഉൻ സനഅതു ലിമാ സനഅത, ഞാൻ എന്തെങ്കിലും ഒരു സറാക്കിയെങ്കിൽ എന്തെങ്കിലും നീ അങ്ങനെ ആക്കിയെന്ന് കേട്ടിട്ടില്ല. വലാ ലി ഷൈഇൻ തറക്തു ലിമാ തറക്തുഹു ലിമാ തറക്തു, എന്തെങ്കിലും ആക്കാണ്ട് നീ എന്തത് ആക്കിയിട്ടാണ്ടും കേട്ടിട്ടില്ല. അപ്പൊ അത്രക്കും നല്ല സ്വഭാവമായിട്ട് അങ്ങനെ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നസീഹത്തൊക്കെ കൊടുത്തുള്ളൂ. അനസ് റളിയല്ലാഹു അൻഹു പ്രത്യേകിച്ച് അനസ് റളിയല്ലാഹു അൻഹു വിളിച്ചു ചൊന്ന ഹദീസുകളുണ്ട്. അതിൽ ഒന്നായിട്ട് യാ ബുനയ്യ ഇൻ ഖദർത അൻ തുസ്ബിഹ വതുംസിയ വലൈസ ഫീ ഖൽബിക ഗിശ്ശുൻ ലിഅദിൻ ഫഫൽ, എല്ലാ നാളും സുബൈലും അസറിലും ഒരു മനുഷ്യരറ്റയും വഞ്ചന പോലും ഇല്ലാണ്ട് നീ കാവുകാവുന്നു കണ്ടെങ്കിൽ നീ അങ്ങനെ ചെയ്യണം. നിന്റെ കൽബില് ഒരാളട്ടി കുറച്ച് അധിയോ നെഞ്ചോ ഇല്ലാത്തതുപോലെ നീ ആവുക തീർത്തിട്ടുണ്ടെങ്കിൽ നീ അത് ചെയ്യേ. യാ ബുനയ്യ ഇന്ന ദാലിക മിൻ സുന്നതി വമൻ നഹിയ സുന്നതി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. മോനെ, അത് നിന്റെ സുന്നത്തിൽപ്പെട്ടതായിട്ട്, നിന്റെ സുന്നത്തിൽ ഒരാൾ ഹയാത്താക്കിയാൻ കണ്ടെങ്കിൽ നിന്റെ അവൻ ഇഷ്ടപ്പെട്ടാൻ കണ്ടെങ്കിൽ നണ്ടൊട്ടുക അവൻ സ്വർഗത്തില്. യാ ബുനയ്യ ഇദാ ദഖൽത അലാ അഹ്ലിക്, അനസ് റളിയല്ലാഹു അൻഹു കുഞ്ഞു മോനെ, പൊന്നു മോനെ, നിന്റെ ഔത്തുക്ക് നീന് പോകുമ്പോഴത്തേക്ക് ഫസല്ലിം, നീ സലാം ചൊല്ലണം. യകുൻ ബറക്കത്തൻ അലൈക വഅലാ അഹ്ലി ബൈതിക, നിക്കും അത് ബറക്കത്ത്, നിന്റെ കുടുംബത്തിനും ബറക്കത്ത്. ഇതൊക്കെ അനസ് റളിയല്ലാഹു അൻഹു വിളിച്ച് പൊന്നു മോനെ എന്ന യാ ബുനയ്യ എന്ന വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിർസത്തോട് കൂടി വിളിച്ച് ചെന്ന ഹദീസുകളിൽ ഒന്ന് ഞാൻ വിവരിച്ച്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ വഫാത്തിൽ പിന്നെ 83 വർഷം ജീവിക്കും. ഈ 83 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പഠിച്ചതൊക്കെ പിൻകാലത്തുള്ള ആ അനസ് റളിയല്ലാഹു അൻഹു ശിഷ്യന്മാരായ സ്വഹാബാക്കൾക്കും അല്ലാത്ത താബീങ്ങൾക്കും പഠിപ്പാടി കൊടുക്കുക. അങ്ങനെ ഒരുപാട് ആലിമീങ്ങളെ വാർത്തെടുക്കുക. ഒരുപാട് ആളുമാരൊക്കെ എൻ്റെ അനസ് റളിയല്ലാഹു അൻഹു മുട്ട വന്നോണ്ടിരുന്ന എനിക്ക് എന്തെങ്കിലും സംശയം കണ്ടെങ്കിൽ അപ്പൊ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ചില ആളുമാർ ഖിയാമത്തിനാല് നബിക്ക് കിട്ടുന്ന ഹൗദുടെ സംബന്ധിച്ച ഹൗദുൽ കൗസറുടെ സംശയത്തെ കുറിച്ച് കേക്കോ ബെന്നായിട്ട് വന്നപ്പോ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഒരു പലക്കുണ്ട്, ഇത്രയുള്ള സംശയം കൊണ്ട് എത്ര കാലത്തോളം ഞാൻ ജീവിക്കേണ്ട ഞാൻ വിചാരിച്ചിട്ടില്ല. എത്ര ആൾമാർ അല്ലെ നിസ്കരിച്ചിട്ട് അള്ളാഹുടട്ടിയ ഹൗദുൽ കൗസർ എത്ര ആൾമാർ കഞ്ഞിപ്പോയിടാറോ നബിയുടെ സഹാബാക്കളിൽ നിന്ന്. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് സംശയമാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർമ്മയിലായിട്ടായിട്ട് ജീവിച്ചത്. കാരണം ഖാദിമല്ലേ, എപ്പോഴും നബി തങ്ങളെ. അപ്പൊ അതിൽ പ്രധാനപ്പെട്ടത് രണ്ട്. ഒന്ന് നബി തങ്ങൾ മദീനത്തേക്ക് വന്നനാല്, ഒന്ന് നബി തങ്ങൾ മദീനത്തിൽ വഫാത്തായനാൽ. ഈ രണ്ട് നാൾ ഇതിൽ വന്നനാളിനെ കുറിച്ച് ചൊല്ലുമ്പോൾ അനസ് റളിയല്ലാഹു അൻഹു വലിയ സന്തോഷവും പുഞ്ചിരിയും. കാരണം മദീനത്തേക്ക് നബി തങ്ങൾ വന്നണ്ടൊക്കെ മദീന ഇടീ പ്രകാശിച്ചിരുന്നു. അണ്ടിടിയ മദീനത്ത് വെളിച്ചം. 10 വർഷം മദീനത്ത് ഭയങ്കര വെളിച്ചവും സന്തോഷവും നല്ല പുഞ്ചിരിയുടെ വാതാവരണങ്ങളും സന്തോഷത്തിന് ആളുകളായിട്ട്. മദീനത്തിൽ നിന്ന് നബിത്തങ്ങൾ വഫാത്തായ നാളുണ്ടല്ലേ, അണ്ടിടീറായ ചിമ്മക്കുത്തിയ നാൾ. ഈ വഫാത്തിന നാളിനെ കുറിച്ച് ചൊല്ലുമ്പോൾ അനസ് റളിയല്ലാഹു അൻഹു കണ്ണിൽ നിന്ന് കണ്ണിടെ തന്നെ കൊണ്ട്
അനസ് റളിയല്ലാഹു അൻഹുടെ കണ്ണിൽ നിന്ന് കണ്ണെടുത്തന്നെ പണ്ട് വഫാത്തിന നാളിൽ താങ്ങുകാവില്ല. കാരണം അത് അത്രക്കും വിഷമിപ്പിച്ച ബേജാറ് പിടിച്ച ഒരു നാളായിട്ട് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ എന്ന് കൊടുത്തു, ചുമ്മപ്പെട്ട ദുആ. അതിൽ ഒരു ദുആ ആയിട്ട് അല്ലാഹുമ്മ ർസുഖു മാലൻ വവലദ വബാരിക് ലഹു, പടച്ചവനെ അനസ്ക്ക് നീ സ്വത്തും കൊടുക്കണം, നല്ല മക്കളും കൊടുക്കണം, നീ ബറക്കത്തും ചെയ്യണമെന്ന് അനസ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ ദുആ ചെയ്തു. അതുകൊണ്ട് അനസ് റളിയല്ലാഹു അൻഹു മദീനത്തിൽ വലിയ പൈസക്കാരനായിട്ട് പിന്നെ മാത്രമല്ല മക്കളിന്ത് ചുമ്മ മക്കള് പുള്ളിമാറ് എവിടത്തോളം വെച്ചെങ്കിൽ 100 മേലെ പുള്ളിമാറും മക്കളും പുള്ളിമാരായിട്ട് 100 മേലിൽ വഫാത്താകുമ്പോൾ അള്ളാഹു അവിടുത്തെ ആയുസ്സിൽ അള്ളാഹു ബറക്കത്ത് ചെയ്ത എത്ര 103 വർഷമായിട്ട് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ജീവിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിനെ ഭയങ്കര ആഗ്രഹിച്ച് ഖിയാമത്ത് നാളില് നാ ചൊല്ലുക യാ റസൂലല്ലാഹ് ഹാദാ ഹുവൈദുക ഉനൈസ്, നബിയെ നിങ്ങളെ ഹിദ്മത്ത് എടുത്ത ഈ ഉനൈസ് ആയിട്ട് നാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടുക്ക് നാണ് ചൊല്ലുവാൻ, എന്റെ ശഫാഅത്ത് എന്റെ കൂട്ടിയുള്ളൂ എന്റെ രക്ഷപ്പെടുത്തുള്ളൂ എന്ന് നബി തങ്ങളെ വിളിച്ച് നാ ചൊല്ലുവാൻ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മരിക്കോബേനായി കിടന്ന ആ സന്ദർഭത്ത് കുടുംബത്തൊട്ടിച്ചെ നക്ക് തൽഖീൻ നക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് നക്ക് ചൊന്തറു. എന്നിട്ട് അതിലെ ചൊന്നോണ്ടിരുത്ത് മഹാനവർഗലെ കയ്യിൽ ഒരു ചെറിയൊരു വടിയുണ്ട്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത വടിയായിട്ടിട്ട് അത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുക്ക് ദഫൻ ചെയ്യുകയായിട്ട് ചൊന്നിട്ടിരുത്ത്. അത് ഖമീസിലെ മഹാനവർഗലെ കഫൻ ചെയ്ത ആ വസ്ത്രത്തെയും ആ ശരീരത്തും ഇടയിലായിട്ട് ആ ബടിയിൽ വെച്ചു കൊടുത്തത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർമ്മയിലായി അവിടുത്തെ മധുവും ചൊന്ന് അവിടുത്തെ സ്വഭാവ വിശേഷങ്ങളൊക്കെ ചൊന്നു കൊടുത്ത് ജീവിച്ച നബി തങ്ങളെ വല്ലാത്ത സ്നേഹിച്ച 10 വർഷം ഖിദ്മത്ത് എടുത്തു ഭാഗ്യം കിട്ട സ്വഹാബിയായിട്ട് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു. അപ്പൊ ആ അനസ് റളിയല്ലാഹു അൻഹുടെ ഞങ്ങൾക്ക് എന്താക്കാം അനസ് ഞങ്ങൾക്ക് ആ അനസ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കുക സാധ്യത്ത് അൽഹംദുലില്ലാ. അനസ് റളിയല്ലാഹുവിന്റെ പേര് ചെന്ന് റളിയല്ലാഹു അൻഹു ചൊല്ലുക സാധിച്ചിട്ട് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുടെ പിരിസം വെക്കുക നമുക്ക് സാധിച്ചിട്ട് അത് നബി തങ്ങളെ പിരിസത്വം നബി തങ്ങളെ ഷഫാഅത്ത് കിട്ടുക കാരണാവട്ടെ. അവിടുത്തെ ഷഫാഅത്തിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അതുപോലെ മറ്റു സ്വഹാബാക്കളും നബി തങ്ങളെ ഹൗദുൽ കൗസർ കുടിക്കുമ്പോൾ അവിടുത്തെ ഷഫാഅത്തിൽ ചേരുമ്പോൾ ഞങ്ങൾക്കും ആ ഭാഗ്യങ്ങളെ ബറക്കത്ത് കൊണ്ട് തരട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ ഞങ്ങളെ അള്ളാഹു പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.